ഹലോ ഫ്രണ്ട്സ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പ്രസംഗം എന്താണ്? പൊങ്കാലയാണ് ഫ്രണ്ട്സ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ആറ്റുകാൽ പൊങ്കാല വ്ളോഗ്. പൊങ്കാലായിട്ട് ബസ്സൊക്കെ പോകണം കേട്ടോ. ബസ് സർവീസ് കേട്ടാ, ആംബുലൻസ് സർവീസ്, ഫയർഫോഴ്സ് സർവീസ് എല്ലാം ഉണ്ട് കേട്ടോ. വണ്ടിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവാം. എല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്തിരിക്കണം അല്ലേ. അപ്പുറം ഇപ്പുറം കരുത് നടുക്കൂടെ നടക്കാം അല്ലേ. ഒരു എമർജൻസി ഒന്ന് തീ പിടിച്ച് വെച്ചോ, വണ്ടിക്കിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകാം. അതാണ് പ്ലാൻ. അല്ലാതെ നടുക്കൊണ്ട് പൊങ്കാലിടന്ന് സമ്മതിക്കില്ല. അത് ഈ പോലീസുകാരെ സമ്മതിക്കണം അല്ലേ. നല്ല ഇതല്ലോ ശിവ. നമ്മൾ ഗ്രീഷ്മ കൊച്ചായിട്ട് ഇറങ്ങിയിട്ടേ ഐസ്ക്രീം ജ്യൂസ് അതൊക്കെ കുടിച്ച് മറ്റേ പൊങ്കാല കറക്കമുണ്ട്, അത് കറങ്ങാം. വാ, അവരും വിളിച്ചിട്ട് തരാം. അങ്ങനെ നമ്മൾ പൊങ്കാലായിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങി അല്ലേ. ആണ് നോക്കിയാണ് സൈഡിലെല്ലാം കച്ചവടങ്ങളൊക്കെയാണ്. ദിയക്ക് ഇത് ഏത് വേണം മക്കളെ? വേറെ നോക്കി വെച്ചോ, പിന്നെ വാങ്ങിച്ചു തരാം. ഏത് ഇഷ്ടപ്പെട്ടു നിനക്ക്? നോക്ക്. ഒന്നും വേണ്ട നീക്കൊന്നും വേണ്ട കേട്ടാ. തോക്കാ? ഓ തോക്ക് പോ. അത് വേണ്ട, ബുള്ളറ്റ് സൗകര്യം കൈ എത്താന്ന് വിടുത്തി കിട്ടും അല്ലേ. അതല്ലേ അതിനകത്ത് അച്ഛനം വെച്ചിരിക്കുന്ന ഫ്ലക്സ് ആണ്, പക്ഷെ കണ്ട വിഘ്നം വെച്ചിരിക്കുന്നവരെ അല്ലേ. ചെറിയ രീതിയിൽ ഒരു ഇത് റെഡി ആയി കളഞ്ഞു. ഇത് വേണ്ട, ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ്? നോക്കാം. ഏത് കളർ വേണം നിനക്ക്? ഏത് കളർ വേണം? ഓ അത് ഓക്കെ. ഏത് കളർ വേണോ? ഇത് മതിയാ? ഇത് മതി. ഒന്ന് മതി കേട്ടാ. അവളെ നമ്മൾ കൂതാ, കൊച്ചു കൂതു ആണ്. എന്തിനാണോ 20 ഒതു? ഇതാണ് മാജിക് സ്റ്റിക്ക്. ഇത് വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആ കാര്യം വരും. ഇപ്പോൾ ജീ പോകുമ്പോൾ ഒരു കാറ് പെട്ടെന്ന് അടിച്ചു കൊടുത്താൽ അവിടെ കാറ് വരും. അതാണ് ഇതിൻ്റെ പവർ. അറിയാലോ ഇതിലേക്ക് മാജിക് സ്റ്റിക്കാണ്. ഇതാ കലമൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു. നമുക്ക് അടുത്ത് ചോദിച്ചു നോക്കാം എവിടെ നിന്നാണ് വരണത്, എത്ര കൊല്ലം കൊണ്ട് ഇടണമെന്നൊക്കെ ചോദിച്ചു നോക്കാം അല്ലേ. എല്ലാവരും പേരെന്താണ്? എവിടെ നിന്ന് വരണം നിങ്ങൾ? കരുനാഗപ്പള്ളിയാ? ഓ ആൻറ്റി ചേച്ചിന് വരുന്നത് അല്ലേ. അവിടെ തന്നെ പറഞ്ഞത്. എത്ര കൊല്ലം കൊണ്ട് പൊങ്കാലിടുന്നത്? ഇടുന്നുണ്ടല്ലേ ചേച്ചിയും? ആ ശരി ശരി ശരി. ഇനി നല്ല പൊങ്കാലിടാൻ അത് അവസരം കിട്ടും. ഇവിടെ നമുക്ക് എല്ലാ സൗകര്യവും കിട്ടണമുണ്ടല്ലോ, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ഇവിടെ ഉച്ചയ്ക്ക് ഫുഡ് എല്ലാം കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ചോദിക്കണം, എല്ലാ സപ്പോർട്ടും നമ്മളുണ്ട്. ശരി, ഹാപ്പി പൊങ്കാല. പേരെന്താ? എവിടെ നിന്ന് പറഞ്ഞ? അടിമാലിന്ന്. അത്ര ദൂരം നിന്നാണ് പറഞ്ഞല്ലേ. എത്ര കൊല്ലം കൊണ്ട് പൊങ്കാലിടുന്നുണ്ട്? ഓ ആ അവിടെ എത്ര കൊല്ലം കൊണ്ട് പൊങ്കാലിടുന്നുണ്ട്? എത്ര വർഷമായിട്ട് പൊങ്കാലിടുന്നുണ്ട്? സ്ഥിരമായിരുന്നല്ലേ. ഇവിടെ എല്ലാ സൗകര്യം കിട്ടണുണ്ടല്ലോ നമ്മളൊക്കെ. ഇവിടെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കും. എന്ത് സൗകര്യം വേണമെങ്കിലും നമ്മൾ ചോദിക്കണം. എന്തായാലും ഹാപ്പി പൊങ്കാല. അമ്മയുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്താണ്? ആമാ, ഇത് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം. അതുകൊണ്ട് വീട്ടിൽ പോയി സമാധാന സമയം കിട്ടും, പഠിക്കണം. ഞാൻ വായിച്ച് പഠിക്കണം. മരണം ഉണ്ടെങ്കിൽ അതിനൊരു ശക്തി ഇല്ലാതെ അവർ വരുമോ അല്ലേ. അതാണ് അമ്മ ആറ്റുവല്ല അമ്മ ശക്തി. ഇതില്ലാതെ ഇത്ര പേര് മെനക്കെട്ട് ഇതിനു വേണ്ടി വരണമെന്നുണ്ടെങ്കിൽ അല്ലേ. ഇത് കാണുമ്പോൾ ഒരു അല്ലേ, ഇത് ലോകം മൊത്തം എന്ന് വെച്ചാൽ ഇന്ത്യയിലല്ല ലോകം മൊത്തം ഈ പൊങ്കാലിടുന്നുണ്ട്. അത് വലിയൊരു വിജയമല്ലേ നമ്മൾ തിരുവനന്തപുരക്കാരത്ത്. എന്തായാലും നമുക്ക് ബാക്കി കുറച്ചിടത്തും കൂടെ ചോദിച്ചു നോക്കാം. കേട്ടോ അന്നദാനം വന്നു. അന്നദാനം കയറുക. കണ്ടിന്യൂസ് നമുക്ക് എല്ലാവർക്കും ഫുഡ് കൊണ്ടുവരുന്ന ഇവരാണ്. അപ്പോൾ ഇവർക്ക് അതിൻ്റെ സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. വഴി 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 ഒന്ന് ഒതുക്കിക്കോടാ അണ്ണാ. അണ്ണാ അത് കാണിക്കോ ഫ്രണ്ട്സ്. നോക്കിക്കോട്ടെ, 3 വണ്ടി നിറയെ ഫുഡായിട്ട് വന്നിരിക്കുകയാണ്. ഇത്ര കുറേ വർഷമായിട്ട് ഇവർ മുടങ്ങാതെ ഇവിടെ വന്ന ആൾക്കാർക്ക് ഫുഡ് 20,000 കൂടുതൽ പോകും. എന്നാൽ പറഞ്ഞാൽ 30,000 കഴിക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. ഇത്ര ഫുഡ് ഉണ്ട്. അത് വലിയ കാര്യം. ബാല്യത്തിലുള്ള ടീമാണ് നടത്തുന്നത്. നല്ല കാര്യം. എൻ്റെ അറിവ് പൊങ്കാല പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളിടും. ഞാൻ നോക്കിയാണ് നമ്മൾ അടുത്ത് ഒരു ബ്രോ വന്നിട്ടുണ്ട്. പുള്ളിതാണ് അടിപൊളിയായിട്ട് പൊങ്കാല. കാരണം വെച്ചാൽ ചട്ടിയിൽ പൂവൊക്കെ ചുറ്റി ഫുള്ള് പോസിറ്റീവ് കേട്ടാ, അടിപൊളി കേട്ടാ. ഇത് കണ്ടപ്പോൾ ഒരു കൗതുകമായി തോന്നി അല്ലേ. വീട് പക്ഷെ വീടിൻ്റെ വെളിയിൽ നിന്ന് പറഞ്ഞാൽ കാലെടുത്ത് വെച്ചാൽ പൊങ്കാലയാണ്. നോക്കാം ചുറ്റും അല്ലടാ ശിവ, വീടിൻ്റെ ചുറ്റും അല്ലടാ പൊങ്കാല.
പൊങ്കാലയ്ക്ക് വീട് ഇപ്പോൾ എത്തിയുള്ളൂ. ചൂട്ടും കൊതുമ്പും കൊണ്ട് സ്ഥലം നോക്കി നടക്കുകയാണ്. ഇനി ഇവർ ഒന്നേനും ചട്ടിയും കല്ലൊന്നും ഇല്ലല്ലേ, ഇവരൊക്കെ ഇനി വാങ്ങിച്ചിട്ടാണെങ്കിൽ ഇവിടെ സമയമായില്ല. എത്ര മണിക്കാ കത്തിക്കണ? ഇപ്പം എത്രയായി? ഇവർക്ക് ഇവിടെ സൗകര്യം കൊണ്ട് ഉണ്ടാക്കിക്കോട്ടെ, ഇവിടെ ഇടാൻ വേണം. എല്ലാം വാങ്ങിക്കാൻ വലിയ കാണുമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാം ഉണ്ടോ, പാത്രങ്ങളൊക്കെ ഇരിക്കുന്നല്ലേ? കല്ല് മതി കേട്ടോ. ഇവിടെ ഒരു ചേച്ചി ഉപ്പിലിട്ട് ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. മാങ്ങ, ഞാമ്പയ്ക്ക, കാരയ്ക്ക, പൈനാപ്പിൾ, കൊള്ളാം. ഇതൊരു വെറൈറ്റി ആയിരിക്കും, ചെറുതായിട്ടും ഉണ്ട്. ഏത് സ്ഥലത്ത് ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുന്നത്, അത് നമ്മൾ ക്ലബ്ബ് കൊടുക്കും. പൊങ്കാലിക്ക് വന്ന എല്ലാവർക്കും ദാഹത്തോടെ ഇരിക്കാൻ ഇവിടെ ഈ പൊങ്കൽ സമയത്ത് ഏത് ക്ലബ്ബ് ചെയ്യണം ഇതുപോലെ ഫ്രീ ആയിട്ട് അതെല്ലാവർക്കും ഫ്രീ ആയിട്ട് വെള്ളം, ഇഡ്ഡലി, സാമ്പാർ, വീശറി. ഉച്ചയ്ക്ക് ആകെ എത്ര പേർക്ക് കൊടുക്കണം? എവിടെയുള്ള മിക്ക എല്ലാവരും കഴിക്കാം കേട്ടോ. കത്തിച്ചു തുടങ്ങിയേട്ടാ ആ സൈഡിലെ കത്തിച്ചു തുടങ്ങിയ ആൾക്കാർ അല്ലേ? ഇവിടെ കത്തിച്ചേട്ടാ അല്ലേ? അവിടെ ഇവിടെ കത്തിച്ചേട്ടാ, കത്തിച്ച് അവിടെയൊക്കെ കത്തിച്ചേട്ടാ, കത്തിച്ച് അവിടെയൊക്കെ കത്തിച്ചേട്ടാ, ഇവിടെ കത്തിച്ച് ഇവിടെ കത്തിച്ച് സമയം കഴിഞ്ഞ് കത്തിച്ച് അവിടെയൊക്കെ കത്തിച്ച് ആറ്റുവല്ല് കത്തിച്ച് നിങ്ങൾ കത്തിച്ചോ. കത്തിരി അവിടെ എല്ലാം കത്തിച്ചോ. കത്തിരി അവിടെ കത്തിയോണ്ട് പോകണ്ട. കത്തിയോ? മൊത്തം പോയ കേട്ടാ പൊങ്കൽ എല്ലാവരും ഇട്ട്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു, പിന്നെ കാനഡൻ ടീമിൻ്റെ കോച്ചായിരുന്നു, UK ടീമിൻ്റെ കോച്ചായിരുന്നു, GV രാജ അവാർഡ് വിന്നറായിരുന്നു, അർജുന അവാർഡ് നോമിനി ആയിരുന്നു. അച്ഛൻ്റെ പേരിൽ ഒരു അക്കാഡമി ഉണ്ട് കാനഡയിൽ, അത് ഞാനാണ് ചെയ്തുകൊണ്ട് പോകണം. അപ്പം അച്ഛൻ്റെ പേരിലും അച്ഛൻ്റെ അനിയൻ്റെ പേരിലും പൊങ്കാലയായിട്ടൊരു അന്നദാനം ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്താണ് നമ്മൾ എന്തായാലും കുത്തിയോട്ടം ആ സൈഡിലോട്ട് പൊങ്കാല കഴിഞ്ഞു. വിഷ്ണുവിന്റെ ലൈറ്റ് നോക്കിയാണ് സൂപ്പർ കേട്ടോ. നാളെ നമ്മൾ വന്നപ്പോ ഇവിടെ ലൈറ്റ് ഒന്നും ഇട്ടില്ലേ, കളർഫുള്ളായിരിക്കും അല്ലേ? അടിപൊളിയായിരിക്കും കേട്ടോ. ഓപ്പൺ അല്ലേ? ഓപ്പൺ ആക്കി അടുത്ത ലൈറ്റ് വേണ്ട. അയ്യപ്പനാണ്, പിന്നെ ആന. നീ എന്തൊക്കെ ഉണ്ട് പറ, നീ അതേത് മൃഗം പറ പെട്ടെന്ന്. കുരങ്ങ് ഇംഗ്ലീഷ് എന്താണ്? അടുത്ത് അയ്യോ ഒരു സ്വർണ്ണ കോട്ടക്കകത്തൂടെ കാറ് പഠിച്ച് പോകണ പേര് കേട്ടാ. അടിപൊളി കേട്ടോ. തൊട്ട് വെളിയിറങ്ങും വേറൊരു ലൈറ്റിക്ക് മോളിൽ കൂടെ. 5 സ്പോട്ട്